പരിശുദ്ധാത്മ നിയോഗിതനായിട്ട് ദൈവശബ്ദത്തിൻ്റെ കലവറകളുടെ വാഹകനായിട്ട് മാറാൻ ദൈവം അദ്ദേഹത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. സാമുവേലിനുള്ള ഒന്ന് രണ്ട് പ്രത്യേകത പറഞ്ഞ് ഞാൻ ഈ വേദഭാഗത്തിലേക്ക് വരാം. സാമുവേൽ പുറത്തു വരാൻ കാരണം കരയുന്ന ഒരു മാതാവാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒത്തിരി ആളുകൾ എന്നോട് ഇന്നലെ എൻ്റെ അമ്മ പറഞ്ഞു, നീ എപ്പോഴും പറയാറുണ്ട്, ഞാനിങ്ങനെ അമ്മയൊക്കെ പറയാറുണ്ട്, അമ്മ കരഞ്ഞുകൊണ്ടല്ല ഞാൻ പുറത്തു വന്നത്, അതിങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, കർത്താവിനെ ഒന്ന് കൂടുതൽ മഹത്വപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് നെഞ്ചു പൊട്ടി കരഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തു വന്നത്, അമ്മ കരഞ്ഞുകൊണ്ടല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്നലെ എന്നോട് പറഞ്ഞു, കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു, എടാ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നീ പുറത്തു വന്നത്, നീ ഇത്രയും പ്രയോജനപ്പെടുന്നതെന്ന്. അപ്പം ഞാൻ തോളി തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ വേണ്ടിയാ, വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട, എനിക്ക് വേണ്ടി നന്നായി കരഞ്ഞിട്ടുണ്ട്, ആ കരച്ചിലിൻ്റെ ഗുണമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, ഈ നമുക്കൊക്കെ പിറകിൽ കരയാൻ ആരെങ്കിലുമൊക്കെ ഉള്ളതൊരു ഭാഗ്യമാണ് ദൈവമക്കളെ. ഒരു സ്തോത്രം പറഞ്ഞാണ്ട്. അപ്പനും അമ്മയും നമുക്ക് വേണ്ടി കരയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കണം. ഒരു ഉപദേശ വിഷയം പോലെ ഒരു വാക്ക് പറയാം, അവരെ വിഷമിപ്പിക്കരുത്. അവർ ജീവനോടെ ഇരിക്കുമ്പോൾ അവരെ സ്നേഹിക്കണം. ചുംബനം കൊടുക്കാൻ പറ്റുമെങ്കിൽ ചുംബനം കൊടുക്കണം, ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ ചേർത്ത് പിടിക്കണം, സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷിപ്പിക്കണം. എന്തുകൊണ്ടെന്നാൽ അവർ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം സ്നേഹിക്കണം. കയറി വന്നുകൊണ്ട് ഒരു ഉപദേശമായി ഞാനത് പറഞ്ഞു വിടുകയാണ്. നോക്കുക, അങ്ങനെ ആ കരച്ചിൽ, അതായത് കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന കുത്ത് വാക്കുകൾ, മുനചേർത്ത വാക്കുകൾ കൊണ്ട് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് ഉള്ളിൽ തട്ടി വന്ന കരച്ചിലാണ്. അതൊരു നോർമൽ കരച്ചിലല്ല, ഒരു മറുപടി കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കരയുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ അകത്ത് ഈ ലാസ്റ്റ് ദിവസങ്ങളിൽ ഈ ഒരു വേടിനെ തൊടാൻ നിയോഗമുള്ളത് കൊണ്ട് കർത്താവ് ഈ ഒരു പശ്ചാത്തലം പറയുന്നുവെന്ന് ഞാൻ കരുതുകയാണ്. കർത്താവിനോട് പറയുന്നു, എനിക്കൊരു വിടുതൽ കിട്ടിയേ പറ്റൂ. ഒരു പിടിവാശി പിടിക്കുന്ന ആരോ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ 21 ഡേയ്സ് ആയിട്ടും ഈ 14 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഞാൻ വെച്ച വിഷയത്തിനകത്ത് വീണ്ടും പോലൊരു ഇടപാട് നടന്നില്ല എന്ന ഒരു വിഷമം ഹൃദയത്തിലുള്ള ആരൊക്കെയോ ഇതിനകത്തിരിപ്പുണ്ട്. അവരോട് കർത്താവ് പറയുക, വിഷമിക്കേണ്ട, നിൻ്റെ അടുത്തിന്ന് കർത്താവ് ഇറങ്ങി വരും. നിൻ്റെ അടുത്തിന്ന് കർത്താവ് ഇറങ്ങി വന്ന് നിന്നെ തൊട്ടിരിക്കും. നിൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്നൊരു ദൂത് വരുന്നുണ്ട്. നീ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അത് നിൻ്റെ ഉള്ളിൽ ഉരുവാകാൻ പോകുകയാണ്. നീ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ ആഗ്രഹിച്ചോ അത് നിൻ്റെ ഉള്ളിൽ ഉരുവാകാൻ പോകുകയാണ്. ആ സെൻറ്റൻസ് ദൈവാത്മാവ് ഇൻസ്റ്റൻ്റായിട്ട് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. അത് 12:30 ദൈവം ഉരുവാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ അതിനെ സ്തോത്രം ചെയ്തോണം. യേശുവിൻ നാമത്തിൽ. തലമുറ വിഷയം മാത്രമല്ല ഞാൻ പറയുന്ന കേട്ടോ, കുറേ വിഷയങ്ങൾക്ക് പ്രവചനം കേട്ടും മടുത്തു, ആലോചന കേട്ടും മടുത്തു. ദൈവശബ്ദത്തിൻ്റെ കനമുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാ. അതൊന്ന് പുറത്തു വരാൻ വേണ്ടി വെപ്രാളപ്പെട്ട് ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചു വന്നവർ ഇതിനകത്തുണ്ട്. അവരെ തൊട്ടിട്ട് കർത്താവ് പറയുകയാ, ഇനി വൈകത്തില്ല, അത് ഉരുവാകാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്ര പേർക്ക് ആ ദൂതിനോട് പ്രതികരിക്കാൻ പറ്റുന്നുണ്ട്? അങ്ങനെയുള്ളവർ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്തേ. ദൈവാത്മാവ് പറയുന്നു, ഈ ദൈവാലയത്തിൻ്റെ അകത്ത് നീ കരഞ്ഞ കണ്ണുനീരിന് ഇതൊരു പെട്ടകമാണെങ്കിൽ പെട്ടകത്തിനടുത്തൊരു ദൈവശബ്ദം പുറപ്പെടാൻ പോകുകയാ. ക്ലിയറായി കർത്താവിനോട് പറയുന്നു, രഞ്ജിത്ത് മാറുന്നു, മറ്റ് ദൈവദാസന്മാർ മാറുന്നു. ദൈവം നേരിട്ട് ചിലരുടെ കാതിൽ ഇടപെടുന്ന മണിക്കൂറുകൾ ഇതാ വെളിപ്പെട്ടു വരാൻ പോകുന്നുവെന്ന് ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ അതിനെ സ്വീകരിച്ചേ.
ഞാൻ ദൈവത്തിന്റെ ഇൻസ്റ്റന്റ് ദൂതുകളെ വിശ്വസിക്കുന്നു. ദൈവം റൂട്ട് തിരിക്കുമ്പോൾ അതിനകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആള്. അതുകൊണ്ട് തന്നെ കർത്താവ് എന്നോട് പറയുന്നു, വരണ്ട് കിടക്കുന്ന ദൈവാലയത്തിനകത്ത്, വരണ്ട് വറ്റിപ്പോയ ദൈവാലയത്തിനകത്ത് ഇതുവരെ സംസാരിക്കാത്ത പെട്ടകം സംസാരിക്കാൻ പോകുകയാ. ഇതുവരെ സംസാരിക്കാത്ത പെട്ടകം സംസാരിക്കാൻ പോകുകയാ. ചിലരോട് കർത്താവ് പറയുന്നു, നീ ബൈബിൾ പിടിച്ചോണ്ടാ നടക്കുന്നത്. ദീർഘവർഷങ്ങളായിട്ട് നിന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ട്. ബൈബിൾ ഉള്ളവർക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പുസ്തകം ഒരിക്കലും താഴെ വെച്ചേക്കരുത്. ഈ പുസ്തകമാണ് നിന്റെ ഉയർച്ചയുടെ മെയിൻ കാര്യം. ഈ പുസ്തകം നീ വായിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഈ പുസ്തകത്തിൽ നിന്ന് ധ്യാനിക്കുന്നുണ്ട്, പ്രസംഗം കുറിച്ചുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ പുസ്തകം സംസാരിക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകം സംസാരിക്കുന്ന പുസ്തകമാണ്. ഞാൻ പറയാൻ പോകുന്ന ഭാഗം ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു തടി കൊണ്ടുണ്ടാക്കി, കതിരമുരം കൊണ്ടുള്ള ഒരു തടി കൊണ്ടുണ്ടാക്കിയിട്ട് അതിൽ സ്വർണം പൊതിഞ്ഞിട്ട് അത് മൂടിപ്പൊതച്ചു വെച്ചിരിക്കുന്ന പെട്ടകത്തിനകത്ത് നിന്ന് വ്യക്തിപരമായിട്ട് ഒരാളോട് സംസാരിക്കാൻ ഇതുവരെ ദൈവം ഇറങ്ങിയിട്ടില്ല. എന്നാൽ ശീലോവിലെ ദൈവാലയത്തിനകത്ത് ആ പെട്ടകം സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളെ ജനിപ്പിക്കുന്ന ഒരു കണ്ണുനീരിന്റെ പ്രാർത്ഥന. ആമേൻ. രക്തം ചെയ്യും, കരയുക, കരഞ്ഞു പ്രാർത്ഥിക്കുക. ആലയത്തിലും കരച്ചില്, വീട്ടിലും കരച്ചില്. ആലയത്തിൽ കരയുന്നത് ഒരു വിടുതലിന് വേണ്ടി, വീട്ടിൽ കരയുന്നത് വിടുതലിന് വേണ്ടി. വീട്ടിൽ കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കുന്നു, ആലയത്തിൽ കരഞ്ഞപ്പോൾ കളിയാക്കുന്നു. നന്നായിട്ടൊരു ഹാലയില്ലേ പറഞ്ഞാട്. നിങ്ങൾ ആരെങ്കിലും അടുത്ത് നിന്ന് വന്നിരുന്ന് എന്നും കരച്ചിലാണെങ്കിൽ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് എന്നും കരച്ചിലേ ഉള്ളൂ എന്ന് ചോദിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കടപ്പെട്ടേക്കില്ല കേട്ടോ, അവരെ ചോദിക്കാൻ വേണ്ടി ദൈവം ആക്കി വെച്ചേക്കുക. അങ്ങോട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങൾക്ക് മാത്രം എന്താ ഈ വിഷമം മാറാത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വിഷമിക്കാനേ പോകരുത്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോണം. വിടുതലടുത്തിരിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേങ്കിൽ ആ വിഷമം തോന്നാതെ പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത ദിവസം ചെന്നപ്പോഴും ഇതുപോലെ കരച്ചില്ല. പക്ഷേ അന്ന് ഒരു ദൈവശബ്ദം പുറപ്പെട്ടു. ദൈവശബ്ദം പുറപ്പെട്ടത് എന്നാണെന്നറിയാമോ? അടുത്ത ആണ്ടിൽ തമ്പുരാൻ നിനക്കൊരു പൈതലിനെ തരാൻ പോകുകയാണ്. എനിക്ക് ആ വാക്കിൽ ഒരു സെൻറ്റൻസ് കൂടെ പറയാനുണ്ട്. അടുത്ത ആണ്ടിൽ നിനക്ക് ദൈവം ഒരു ആൺ തലമുറയെ തരാൻ പോകുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ചോദിച്ചത് എന്താണോ അതിൻ്റെ ക്ലിയറായ ആൻസർ വെളിപ്പെട്ടു വരികയാണ്. ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് എന്താണോ ചോദിച്ചത്, എന്താണോ നിങ്ങൾ ഡിസൈൻ ചെയ്തത്, എന്താണോ നിങ്ങൾ വരച്ചത്, അത് അതുപോലെ തന്നെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഇതൊരു പ്രധാന പ്രവചന ദൂതായി ദൈവസഭയോട്, ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. എന്തു വരച്ചോ, എന്തെഴുതിയോ, എന്തു ചോദിച്ചോ അതിന് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ചിലത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. ദൈവം എന്നോട് ഒരു വാക്കുകൂടി പറയുന്നു, അത് റിലീസാകുന്ന ദിവസമാണിതെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ചിലരോട് പറയാൻ നിർബന്ധിക്കുന്നു. ആ ശബ്ദം കേട്ടു. അടുത്ത ആണ്ടിൽ, ഞാനതിനെ ചുരുക്കി പറയുന്നു, അടുത്ത മണിക്കൂറിൽ. കേൾക്കുന്ന എത്ര പേർക്ക് രാമൻ പറയുന്നു? ഒന്നുകൂടി പറഞ്ഞാൽ, ഈ പകലത്തെ സെക്ഷൻ ആമേൻ പറയുന്നതിന് മുമ്പ് 12 മാസം വെയിറ്റ് ചെയ്യണ്ട, 12 ദിവസം പോലും വെയിറ്റ് ചെയ്യണ്ട. കർത്താവ് ചിലരോട് പറയുന്നു, ആശീർവാദം പറയുന്നതിന് മുമ്പ് ഈ മിനിറ്റിൽ തന്നെ നീ പ്രതീക്ഷിച്ചോ. ദൈവത്തിന്റെ വിടുതൽ നിന്റെ മേൽ ഇറങ്ങുകയാണ്. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങുകയാണ്. യേശുവിൻ നാമത്തിൽ അതിപ്പോൾ തുറക്കപ്പെടുന്നു, അതിപ്പോൾ തുറക്കപ്പെടുന്നു, അതിപ്പോൾ തുറക്കപ്പെടുന്നു. Shal kar bal bor ekal variantara lebrabadaram jalabandhara diragachala darachala diara ramdakal mariandaram jalasmana settara diara യേശുവിൻ നാമത്തിൽ ജയം.
എവിടെ പോയി നിന്റെ ആരാധന? എവിടെ പോയി നിന്റെ വിശുദ്ധ ജീവിതം? എവിടെ പോയി നിന്റെ പ്രാർത്ഥനകൾ? എവിടെ പോയി നിന്റെ പ്രവചന ദൂതുകൾ? എവിടെ പോയി നിന്റെ വാഗ്ദത്തങ്ങൾ? എവിടെ പോയി എന്ന് ചോദിച്ചവരുടെ നടുവിൽ നിന്നെ കളിയാക്കാൻ അവസരങ്ങൾ കണ്ടെത്തി കുത്തുവാക്കുകളുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന വിമർശകരുടെ വായടയ്ക്കുന്നൊരു മറുപടി ഇന്ന് രാവിലെ ദൈവം തുറക്കാൻ പോകുകയാ. ഈ പട്ടണത്തിന്റെ നടുവിൽ കർത്താവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നീ ആരാണ് തെളിയിക്കാൻ കാണപ്പെട്ട ഒരു മറുപടിയുമായി എന്റെ ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേൽക്കുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് എന്നോടുള്ള ദൂതാണെന്ന് വിശ്വസിച്ച് സ്വീകരിച്ച് അതിനോട് പ്രതികരിക്കാൻ കഴിയോ? നിർത്തുന്നില്ല. പരിശുദ്ധാത്മാവ് പിന്നെ സംസാരിക്കുന്നു. എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു സെന്റൻസ് പറയുന്നു: നിനക്ക് നേരെ വിമർശന ശരങ്ങൾ ഉയർത്തുന്ന ചിലരുടെ ആധരമടയ്ക്കുന്ന മറുപടി, കാണപ്പെട്ട ചില അടയാളങ്ങളുടെ മറുപടി ഈ ഫാസ്റ്റിംഗിൽ ദൈവം തെളിയിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ജാലധാര ഗാലധാര വൈഡമാന ഹസ്തനാദരം ചലേതി രബജലധര ഗമനഹര ഗമനഹസ്തനാദരം ചലം ചരാധിയാര ലബ്രബാദരം ജാലസ്മാന സെറ്റരാധിയാര. ഇൻസ്റ്റന്റ് 1-2 വാചകങ്ങൾ ദൈവം എൻ്റെ ഉള്ളിൽ തന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിനോട് പറയുന്നു, ആ കണ്ണുനീരിൻ്റെ പ്രാർത്ഥന സ്റ്റോപ്പാകുകയാ, ആ വേവലാതിയുടെ പ്രാർത്ഥന സ്റ്റോപ്പാകുകയാ, ആ പരിഭവം പറയുന്ന പ്രാർത്ഥനകൾ സ്റ്റോപ്പാകുകയാ. കർത്താവ് പറയുന്നു, ഇനി നിന്റെ വീട് സന്തോഷം കൊണ്ട് നിറയാൻ പോകുകയാ. ഇനി നിന്റെ സഭ സന്തോഷം കൊണ്ട് നിറയാൻ പോകുകയാ. എന്തോ ഒരു ട്രൈനസിന്റെ അനുഭവങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ പോകുകയാ. കേൾക്കുന്ന എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? പരിശുദ്ധാത്മാവ് പറയുന്ന അങ്ങനെ ഒരു സ്പിരിച്വൽ അന്തരീക്ഷം വീടിനകത്തേക്ക് ദൈവം ഇന്ന് പകൽ തുറക്കുന്നു. Labrakata kalabara handara balabara bashandaradara lebrabadaram jalabandharadiara rasmakalburiantaram jalabandharadiara leti kalbati kalburiantaram jalasmana rashalarkaswal horiantaradara ലെപ്തി കൽബോരി അന്തരം ജാലബന്ധരാദിയാര. ദൈവത്തിൻ്റെ ഭയങ്കരമായ സാന്നിധ്യം ആ വാക്ക് തൊടുമ്പോൾ ഞാൻ ശരീരത്തിൽ അനുഭവിക്കുന്നു. വിശേഷിച്ച് സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്നു. കർത്താവ് എന്നോട് പറയുന്നു, എന്തോ ഉരുവാകുന്നെന്ന് കർത്താവ് പറയാൻ പറയുന്നു. എന്തോ ഈ മിനിറ്റിൽ ഉരുവായിക്കൊണ്ടിരിക്കുകയാ. എന്തോ ഈ മിനിറ്റിൽ ഉരുവായിക്കൊണ്ടിരിക്കുക. പാസ്റ്ററങ്ങളെ, ചർച്ചിനകത്ത് എന്തോ ഉരുവായിക്കൊണ്ടിരിക്കുകയാ. വിശേഷതയുള്ളതെന്തോ, ആർക്കും വിമർശിക്കാൻ പറ്റാത്തതെന്തോ വിശേഷതയുള്ളതിനെ ദൈവം ഇന്ന് രാവിലെ ഉരുവാക്കിക്കൊണ്ടിരിക്കുകയാ. ഓ, എത്ര പേർക്ക് ആത്മാവിൽ അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്തോ വിശേഷമായത് നിന്റെ മേൽ ഉരുവായിക്കൊണ്ടിരിക്കുന്നു. കമാൺ കമാൺ കമാൺ. അവിടുന്ന് മൂവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒത്തിരി വീട്ടിൽ പിള്ളേരുണ്ടായി, ഒത്തിരി വീട്ടിൽ മൂവ്മെന്റ്സുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ ഒരു കുഞ്ഞല്ല. കർത്താവ് പറയുന്നു, ഇപ്പോൾ ഉരുവാകുന്നത് എപ്പോഴും ഉരുവാകുന്ന ഒന്നല്ല. ഇന്നലകളിൽ എവിടെ ഉരുവായതൊന്നല്ല. വിശേഷമായതെന്തോ ഇന്ന് പകൽ ഉരുവാകുന്നു. Yalba kalba talba rete lepta kalba ramsha kalbana hastana chana banthara. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശേഷമായതെന്തോ ഉരുവാകുന്നു. ചർച്ച അതിനെ എടുക്കാതെ പോകരുത്. വിശേഷമായതെന്തോ ഉരുവാകുന്നു. പ്രാർത്ഥിക്കുന്ന, കൊതിക്കുന്ന, അഭിഷേകത്തിൽ അടുത്ത തലത്തിൽ ഉപയോഗിക്കപ്പെടാൻ കൊതിക്കുന്ന ശുശ്രൂഷകന്മാരോട് കർത്താവ് പ്രവചിക്കുന്നു. നീ ഡിസൈൻ ചെയ്യാത്തത് ചിലത് ഇന്ന് രാവിലെ ദൈവം ഉരുവാക്കുകയാ. നീ പ്രതീക്ഷിക്കാത്തത് ചിലത് ദൈവം ഉരുവാക്കുകയാണ്. നീ
ഒരിക്കലും ചിന്തിക്കാത്തത് ചിലത് ദൈവം ഉരുവാക്കുകയാ. തീ പോലത്തെ ആ സാന്നിധ്യം ഇന്ന് പകൽ ചിലതിന്റെ ദേഹത്തടിക്കുന്നു. തീ പോലത്തെ ആ മഹത്വം ചിലതിന്റെ ദേഹത്തടിക്കുന്നു. യേശുവിൻ നാമത്തിൽ അതിനെ സ്വീകരിക്കുക. തൊടുന്നു. കർത്താവ് ചിലരെ തൊടുന്നു. കർത്താവ് ശക്തമായി ചിലതിനെ തൊടുന്നു. കർത്താവ് ശക്തമായി ചിലരെ തൊടുന്നു. ആ സമയം വന്നിരിക്കുന്നു. ഏതോ പരിധികൾ പൊട്ടിക്കുന്നത് എന്തോ നിന്റെ അകത്തുരുവാകുന്നു. ഒരിക്കലും നിർവചിക്കാൻ പറ്റാത്ത എന്തോ നിന്റെ അകത്തുരുവാക്കുന്നു. കർത്താവ് പറയുന്നു, ഇതൊരു വീടിനകത്തൊതുങ്ങുന്നതല്ല, ഇതൊരു ചർച്ചിനകത്തൊതുങ്ങുന്നതല്ല, ഒരു രാജ്യത്തിന്റെ അന്തരീക്ഷത്തെ തിരിക്കുന്നത് എന്തോ നിന്റെ അകത്തുരുവാകുന്നു. യേശുവിൻ നാമത്തിൽ അതിനെ സ്വീകരിക്കുക. ചിലരെ കർത്താവ് സ്പെസിഫൈ ചെയ്യുന്നു. ചിലരെ ഈ കൂട്ടത്തിൽ കർത്താവ് നേരിട്ട് തൊടുന്നു. ഐ ക്യാൻ സീ കർത്താവിന്റെ സാന്നിധ്യം ചിലരുടെ മേൽ ഇറങ്ങിക്കഴിഞ്ഞു. കർത്താവിന്റെ മഹത്വം ചിലരുടെ മേൽ ഇറങ്ങിക്കഴിഞ്ഞു. ഈ ദൂതുമായിട്ട് ചിലർ കണക്ട് ആകുന്നു. ആത്മാവുമായിട്ട് ചിലർ കണക്ട് ആകുന്നു. ഇതുവരെ നിന്റെ അകത്തിൽ നിന്ന് പുറത്തു വരാത്ത രാജ്യത്തെ തൊടുന്ന, അന്തരീക്ഷത്തെ തൊടുന്ന സ്വരാത്മതലോ ഇന്ന് പകൽ പുറത്തു വരുന്നു. യേശുവിൻ നാമത്തിൽ അന്യഭാഷയുള്ളവർ മൗനമായിട്ടിരിക്കരുത്. ഒറ്റ കുഞ്ഞുങ്ങളും അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കാനേ പോകരുത്. എന്തുകൊണ്ടെന്നാൽ ഇത് പരിശുദ്ധാത്മാവിന്റെ ഉത്സവമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ പകർച്ചകളുടെ പകലാണ്. തമ്പുരാൻ ഇടപെടുകയാണ്. നീ ഡിസൈൻ ചെയ്തതല്ല, ദൈവം ഡിസൈൻ ചെയ്തത്. നീ പ്ലാൻ ചെയ്തതല്ല, ദൈവം പ്ലാൻ ചെയ്തത്. നീ ഒരുക്കിയതല്ല, ദൈവം ഒരുക്കിയത്. നിന്റെ അകത്ത് ഇത് പുറത്തു വരുന്നു. കർത്താവിനോട് ആ വാക്ക് പിന്നെയും വ്യാഖ്യാനിക്കാൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഹോളി സ്പിരിറ്റ് ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് വേടിന്റെ ഇൻസ്റ്റന്റ് വ്യാഖ്യാനം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറയുന്നു, ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഹന്നേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. തന്നാൽ അത് ദൈവത്തിന് കൊടുക്കുക. തരാനല്ല നീ പ്രാർത്ഥിച്ചത്, തന്നാൽ ദൈവത്തിന് കൊടുക്കുക. അങ്ങനെ ഒരു പ്രാർത്ഥന നിന്റെ പ്രാർത്ഥന മാത്രമാ. കർത്താവ് ചിലരോട് പറയുന്നു, കർത്താവേ, എന്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ചിലരെ കർത്താവ് ഇന്ന് പകൽ തൊടുന്നു. Sharaba haraba hasata gazi antara യേശുവിൻ നാമത്തിൽ ജയമ്യാപരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ചിലർ വ്യത്യസ്ത പ്രാർത്ഥന. എല്ലാവർക്കും ഇല്ലാത്ത കാഴ്ചപ്പാട് ചിലർക്ക്. എല്ലാവർക്കും അയ്യോ, ഇത്രയും നാൾ അടഞ്ഞു കിടന്ന ഗർഭാശയോ, ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിനെ താലോലിക്കണോ, വീട്ടിൽ കളിപ്പിക്കണം, പാല് കൊടുക്കണോ, അതിനെ വളർത്തണം. ഒരു അമ്മയുടെ ചിന്ത അങ്ങനെയല്ലേ? എൻ്റെ ഹന്നെ, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ തലമുറ രാജ്യത്തെ തൊടുന്ന തലമുറയാ. ഈ തലമുറ പൈശാചിക സിംഹാസനങ്ങളെ അടിച്ചു പൊളിക്കുന്ന തലമുറയാ. ഈ തലമുറ ഒരു സാധാരണ തലമുറയല്ല. ദൈവനോട് ബദലിനോട് പ്രവചിക്കാൻ പറയുന്നു, അങ്ങനെ ഒരു ജനറേഷനെ ഈ ഫാസ്റ്റിംഗിൽ ദൈവം ഉരുവാക്കിക്കൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം ചേർത്തടിച്ചോ, കരം ഉയർത്തിയോ.
Yes. Yes, 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 yes. Rada kalba reta lebra hasiandara. Leti kalbari antara lebrakas mahalia razi antara jala. യേശുവിൻ നാമത്തിൽ ജയം 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 ജയം. ആരൊക്കെയോ പൊത്തുപരുത്ത അനുഭവത്തിൽ ജീവിക്കുന്നു, ആരൊക്കെയോ ആർക്കും ദോഷമില്ലാതെ ജീവിക്കുന്നു, ആരെയൊക്കെയോ ഭയപ്പെട്ട് ജീവിക്കുന്നു, ആരോ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ അതിൻ്റെ ഗൗരവത്തിൽ ചെയ്യാൻ പറ്റാതെ ആരെയൊക്കെയോ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ ഇതാ ഭയമില്ലാത്ത ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരികയാ. ദൈവം പറയുന്നത് പറയാൻ, ദൈവം ചെയ്യുന്നത് ചെയ്യാൻ, ദൈവ നിയോഗത്തോടൊപ്പം നടക്കാൻ, ദൈവ നിയോഗത്തോടൊപ്പം ഓടാൻ താല്പര്യമുള്ള ഒരു ജനറേഷൻ ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേൽക്കുന്നു. Oh, Farah, Sekele, Bara. Come on, come on. Jalaba, Ratara, Jalaba, Ramtara, Jalaba, Rita Kalbara, Hastara Jala, Rapta Kalbari, Shamda Kala, Barakasi, Antara, Jalaba, Raptara. പരിശുദ്ധാത്മാവേ, നീ നന്നായിട്ട് വചനത്തെ വ്യാഖ്യാനിക്കുന്നതിന് നന്ദി. പരിശുദ്ധാത്മാവേ, നീ തുറന്നു തരുന്ന ദൂതുകൾക്ക് നന്ദി. കർത്താവിനോട് പറയുന്നു, ഒരു വ്യത്യസ്ത ജനറേഷൻ ജനിക്കാൻ പോകുകയാ. അമേൻ, അമേൻ. ഈ ഫാസ്റ്റിങ്ങിൽ ഒരു വ്യത്യസ്ത ജനറേഷൻ ജനിക്കും. ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ബഥേലിനകത്ത് നിന്ന് ഒരു വ്യത്യസ്ത ജനറേഷൻ എഴുന്നേറ്റ് വരും. ആ ജനറേഷൻ്റെ പ്രത്യേകത, അവർ അന്തരീക്ഷത്തെ തിരിക്കുന്നവരായിരിക്കും. കേൾക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോട്. ഞാൻ ഒന്നുകൂടി പറയാൻ കർത്താവ് എന്നെ നിയോഗം തരുന്നത് കൊണ്ട് പറയാം. ദൈവാത്മാവ് ശക്തമായിട്ട് ഈ വചനത്തെ വ്യാഖ്യാനിക്കാൻ ഇടപെടുന്നത് കൊണ്ട് ഞാനത് തൊടുകയാണ്. കർത്താവ് എന്നോട് പറയുന്നു, എല്ലാവരുടെയും പ്രാർത്ഥന പോലെയല്ല അവിടെ പ്രാർത്ഥന. തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് പറ, എൻ്റെ പ്രാർത്ഥന ഒരു വ്യത്യസ്ത പ്രാർത്ഥനയാണെന്ന് പറ. കേൾക്കുന്നവർ ചിരിച്ചോട്ടെ, കുഴപ്പമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഞാനൊരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു 2 അടി പൊക്കം തരണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാര്യം ഞാൻ ഈ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ മാത്രമേ ഇച്ചിരി ഉള്ളൂ. ദൈവത്തിന് മഹത്വം. എൻ്റെ കൂടെയുള്ള ദൈവദാസന്മാരെല്ലാം നല്ല വയറും പൊക്കമൊക്കെ ഉള്ളവരാണ്. ദൈവത്തിന് മഹത്വം. ഞാൻ 2 കാര്യം ചോദിച്ചിട്ടുള്ളത്, ഒന്ന് 2 അടി പൊക്കം വേണം, ഇച്ചിരി വയറ് വേണോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. വയറുള്ളവർ പറഞ്ഞ് ദയവായിട്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്. ഞങ്ങളുടെ ചർച്ചിൽ നിന്നൊരു കുഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. അവനെ ഇവിടെ അടുത്ത് ജോലിക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിലെ ഏറ്റവും പൊക്കമുള്ള ഒരു കുഞ്ഞ്. അവൻ കാറിൽ കയറുമ്പോൾ ബുദ്ധിമുട്ട്, ബസ്സിൽ കയറുമ്പോൾ ബുദ്ധിമുട്ട്. അവനെ കാണുമ്പോൾ ഞാൻ ആ പ്രാർത്ഥന തിരുത്തുക. കാര്യം പൊക്കമുള്ളവർ കുറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ചില പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാറില്ല. ഞാനതിന് കിട്ടാത്തതിനും ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇത്രയും പൊക്കോ ഇത്രയും വണ്ണമുള്ള എന്നെ ഉപയോഗിക്കാനായിരിക്കാം ദൈവത്തിന് പ്രസാദം. ശക്തിയോടെ ഒരു ഹാലേ പറഞ്ഞാൽ ചില പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് ചിലപ്പം ചിരി തോന്നുന്ന പ്രാർത്ഥനകളായിരിക്കും. ചില ആളുകളാണെങ്കിൽ അത് വേണമെങ്കിൽ നമ്മളറിയാതെ റെക്കോർഡ് ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിമർശിക്കാൻ സാധ്യതകളുള്ളൊരു സ്ഥലത്തേക്ക് ഇടാൻ സാധ്യതകളുള്ള പ്രാർത്ഥനകൾ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവാം. ആര് വിമർശിച്ചാലും ആര് പരിഹസിച്ചാലും ദൈവം നിനക്ക് തന്ന പ്രാർത്ഥനയുടെ വാചകം ശക്തിയോടെ ഒരു ഹാലയിലേ പറ. നിന്റെ പ്രാർത്ഥന ഒരു വ്യത്യസ്ത പ്രാർത്ഥനയാണ്. കമാൻ, എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ബാംഗ്ലൂർ പട്ടണം ഒരു സഭയായി മാറും. കേൾക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാൽ. ബാംഗ്ലൂരിലെ പൈശാചിക ആരാധന മുഴുവനും നിലയ്ക്കും. ബാംഗ്ലൂരിലെ പൈശാചിക ആരാധന മുഴുവനും നിലയ്ക്കും. ഒന്നുകൂടി പറയാം, ബാംഗ്ലൂരിലെ പൈശാചിക ആരാധനകൾ മുഴുവനും നിലയ്ക്കും. അത്തിരി ഒരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കും. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരാൾ മതി, ഒറ്റ ഒരാൾ എഴുന്നേറ്റാൽ മതി. അതിനെ വിലക്കാൻ തൻ്റെ ഇടമുള്ള അഭിഷേകം ദൈവം അവരുടെ കയ്യിൽ കൊടുത്തിരിക്കും. ദൈവം എന്നോട് പറയുന്നു, ഈ ഫാസ്റ്റിംഗ് ഒരു വ്യത്യസ്ത ഫാസ്റ്റിംഗ് ആണ്. ഈ ഫാസ്റ്റിങ്ങിനകത്ത് അൺബിലീവബിളായത് ചിലത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി സംഭവിക്കാൻ പോകുകയാ. മടക്കി തരുമെന്ന് മാത്രമല്ല, പുതുതായിട്ട് ചിലത് ഏൽപ്പിക്കുന്നു കൂടെ. അതൂത് കർത്താവ് ഇന്ന് പകൽ ശക്തമായിട്ട് എന്നോട് പ്രവചിക്കാൻ നിർബന്ധിക്കുന്ന ഒരു വാക്ക് ഞാൻ പറയുന്നു. അത്ഭുതപ്പെടുന്നത് ചിലത് ദൈവം റിലീസ് ചെയ്യാൻ പോകുകയാ.
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതിനെ സ്വീകരിച്ചേ. ആമേൻ. പ്രാർത്ഥനയുടെ മറുപടി വന്നു. പ്രാർത്ഥനയുടെ മറുപടി പറഞ്ഞയാൾക്ക് വരെ വേണ്ടും പോലെ അത്ര വിശ്വാസമില്ലാത്ത ഒരാൾ, കളിയാക്കിയ ഒരാൾ, പരിഹസിച്ച ഒരാൾ പ്രാർത്ഥനയുടെ മറുപടി ആത്മാവിടപെട്ടത് കൊണ്ട് പറഞ്ഞു. അത് സ്വീകരിക്കാൻ പുള്ളിക്കാരി കാണിച്ച തൻ്റെ ഇടത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം കേട്ടോ. ദൈവത്തിൻ്റെ ദൂത് വന്നാൽ സാഹചര്യം നോക്കാതെ അതിനെ സ്വീകരിച്ചോണം. ശക്തിയോടെ ഒരു ഹാലിലെ പറഞ്ഞാട്ടെ. അത് കൊച്ചു കുഞ്ഞാണെങ്കിൽ പാസ്റ്റങ്ങൾ അത് ഒരു മാതൃകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അതൊരു കൊച്ചു കുഞ്ഞാണെങ്കിലും പ്രായമുള്ള ആളാണെങ്കിലും, അത് ശുശ്രൂഷകനാണെങ്കിലും വിശ്വാസിയാണെങ്കിലും, ആത്മാവിടപെട്ടാൽ ആ ദൂത് ദൈവം പറയുന്നു, ഇന്ന് പകൽ ഇടപെടുക. ദൂത് വരുമ്പോഴത്തേക്കിന് പ്രതികരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കരയുന്നവരുണ്ട്, തുള്ളിച്ചാടുന്നവരുണ്ട്. ഇതല്ല കേട്ടോ, വേറൊരു അന്തരീക്ഷത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. പക്ഷെങ്കിൽ ഇത് കർത്താവിനോട് ശക്തമായിട്ട് ഇടപെടുന്നു. ഇതൊരു തുടക്കമാണ്. കർത്താവ് പറയുന്നു, നീ ഡിസൈൻ ചെയ്യുന്നതല്ലാത്തത് എന്തോ ദൈവം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്ന് പുറത്ത് ചാടിക്കാൻ ദൈവം കൊതിക്കുകയാ. ഈ പകലത്തെ സെക്ഷൻ തീരുന്നതിന് മുമ്പ് ചിലരുടെ വീടിനകത്ത് അത് പുറത്തു വരും. തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് തിരിച്ചത്ത് രാത്രി സെക്ഷന് വരുന്നതിന് മുമ്പ് നിനക്ക് ദൈവം ഒരു സാക്ഷ്യം തരത്തക്ക രീതിയിൽ കർത്താവ് ചിലത് ചെയ്യും. കമാൺ, ചിലത് ചെയ്യും. ശക്തമായിട്ടത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, അതിനെ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഈ പ്രവചന വാക്കുകൾ വന്നുകൊണ്ടിരിക്കുക. പ്രവചന വാക്കുകൾ, ഒരു പ്രൊഫറ്റിക്കൽ മൂവ് ഈ ഹോളിനകത്ത് പരിശുദ്ധാത്മാവ് ഭയങ്കരമായി അയച്ചുകൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇടപെടുന്നു. അവൾ അതിനെ സ്വീകരിച്ചു. സാധ്യതകൾ നോക്കാതെ സ്വീകരിച്ചു. ആ ദൂതിനെ അവൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവ് അവൾ കണ്ണുനീര് തുടച്ചു. അവിടെ മുഖത്ത് വിരിയാത്തൊരു ചിരി വിരിഞ്ഞു. അവൾ ആ ചിരിയുമായിട്ട് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ദാണ്ടടാ, ഇതുവരെ പറയാത്ത പദങ്ങൾ ഉപയോഗിച്ച് വിമർശിക്കാനും കരയിപ്പിക്കാനും നിൽക്കുന്നവൾ, എപ്പോഴെങ്കിലും ഒരു വാക്ക് പുറത്തു വീണാൽ കരഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് ഓടിക്കേറുന്നവൾ, അന്ന് പല വാക്ക് കേട്ടിട്ടും ചിരിച്ചുകൊണ്ട് നിൽക്കുക. നീ ഇനി എത്ര കളിയാക്കിയാലും ഉരുവാക്കുന്നതിനെ തടയാൻ പറ്റത്തില്ല. ദൈവാത്മാവ് അതിശക്തമായിട്ട് അടുത്ത ഒരു ദൂത് പറയാൻ നിർബന്ധിക്കുന്നു. ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് ഏതൊക്കെ കാര്യം വിളിച്ചു പറഞ്ഞാലും ഉരുവാക്കുന്നതിന് ഇനി തടയാൻ പറ്റത്തില്ല. കാര്യം ഉരുവാക്കുന്ന പദ്ധതി ദൈവം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്ന സഭയോട് കർത്താവ് പറയുന്നു, ഇത് ദൈവത്തിന്റെ സമയമാണ്. കമാൺ, എത്ര പേർക്ക് ഈ ദൂതിനോട് പ്രതികരിക്കാം? അങ്ങ് ബായ്ക്കറ്റം മുതൽ ഇങ്ങേറ്റം വരെ കർത്താവ് ചിലരെ തൊട്ടിട്ട് പറയുന്നു, ഉരുവാക്കൽ ആരംഭിച്ചു, തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആർക്കും അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നോട് ദൈവാത്മാവ് പ്രവചിക്കുന്നു, ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു മൂവ്മെന്റ് ചർച്ചിനകത്ത് ആരംഭിക്കുന്നു. ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു മൂവ്മെന്റ് ചർച്ചിനകത്ത് ആരംഭിക്കുന്നു. Come on. വിശ്വസിക്കുന്നവരുണ്ടോ? സ്വീകരിക്കുന്നവരുണ്ടോ? ചെറിയ നീരൊഴുക്കിനെ കല്ല് വെച്ച് നിനക്കടയ്ക്കാം. ചെറിയ ഉറവകളെ കല്ല് വെച്ചടയ്ക്ക. ഇത് ഡാം പൊട്ടി വരികയാ. ആർക്കും തടുക്കാൻ പറ്റാത്ത ഒരു മൂവ്മെന്റ് ഇന്ന് രാവിലെ ദൈവം തുറക്കുന്നു. സാധാരണ മൂവ്മെന്റ് പരിശുദ്ധാത്മാവ് ആരംഭിക്കുന്നു. കമാൺ, സ്വീകരിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? നീ ഇതുവരെ കാണാത്തൊരു മൂവ്മെന്റ്, നീ ഇതുവരെ കൈകാര്യം ചെയ്യാത്തൊരു മൂവ്മെന്റ് ദൈവം തുറക്കുന്നു. ഒത്തിരി മൂവ്മെന്റുകൾക്ക് ബദൽ പാർട്ടായിട്ടുണ്ട്. ഒത്തിരി മൂവ്മെന്റ്സുകളെ ഇവിടെ നിന്ന് ജനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവിനോട് പറയുന്നു, പാസ്റ്ററങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഒരു അസാധാരണ മൂവ്മെന്റ് ദൈവം ഇന്ന് രാവിലെ ആരംഭിക്കുകയാ. വിശ്വസിക്കുന്ന സഭ ശക്തിയോടെ അതിനോട് പ്രതികരിക്കട്ടെ.
ശബലാധര ജലാധര ജലാധര ധര ഗരാധര രാംശകല മനഹദരഗമന ഹസ്തനാദിയാര. ഈ ഹോൾ അതിനെ വഹിക്കാൻ പറ്റത്തില്ല. ഈ ഹോളിന് അതിനെ താങ്ങാൻ പറ്റത്തില്ല. ഇതിനകത്ത് അതുപോലൊരു മൂവ്മെന്റ് നടക്കാൻ പോകുകയാ. കർത്താവ് എന്നോട് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു, ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. ഡിസംബർ മാസം 2-ാം തീയതി രാവിലെ കർത്താവ് പ്രവചിക്കുകയാ. നിങ്ങളുടെ കൈകൾക്ക് താങ്ങാൻ പറ്റാത്ത, നിന്റെ മാനുഷിക ബുദ്ധിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അസാധാരണ റിവൈവൽ മൂവ്മെന്റ് ദൈവം ഇന്ന് പകൽ തുറക്കുന്നു. ഇപ്പൊ തന്നെ ചിലതിന്റെ ദേഹത്ത് വീഴോ, ഇപ്പൊ തന്നെ ചിലതിന്റെ ദേഹത്ത് വീഴോ. വിശ്വസിച്ച് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ നിന്റെ ദേഹത്ത് അത് വീഴോ. നിന്നെ എടുത്തോണ്ട് പോകും ആത്മാവ്, അതിലേക്ക് ദൈവം നിന്നെ എടുത്തോണ്ട് പോകും. ശമരിയെ ഉണർത്തുവാൻ ഫിലിപ്പോസിനെ തൊട്ട അതേ അനോയിന്റിങ് ഇതാ ചിലതിന്റെ ദേഹത്തേക്ക് ഇറങ്ങി വരുന്നു. വിശ്വസിക്കുന്നവർ ശക്തിയോടെ സ്വീകരിക്കുക. തൊടുന്നു 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 ശക്തമായി തൊടുന്നു, ശക്തമായി തൊടുന്നു, ശക്തമായി തൊടുന്നു, ശക്തമായി തൊടുന്നു, ശക്തമായി തൊടുന്നു. ശക്തമായി ദൈവ സാന്നിധ്യം ചിലരെ സ്പർശിക്കുന്നു. ഒരു വാക്ക് പറയാൻ കർത്താവിനോട് പറയുന്നു, മെഴുകുതിരിയെ ഊതിക്കെടുത്ത പക്ഷേ ഭയങ്കര അഗ്നിയെ, സൂര്യനെ ഊതിക്കെടുത്താൻ ആരെ കൊണ്ട് പറ്റൂ? ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, ഒരുത്തന് ഊതിക്കെടുത്താൻ പറ്റാത്ത സാധാരണ തീയുടെ മൂവ്മെന്റ് ദൈവം ഇന്ന് രാവിലെ തുറക്കുന്നു. Come on! Yes. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി അടുത്ത ദൂത് ദൈവാത്മാവ് പറയുന്നു, ഇത് ദാൻ മുതൽ ബർശേബ വരെ എന്ത് നടക്കണോന്ന് ഇനി നീയാ തീരുമാനിക്കുന്നേ. കർത്താവ് ഇന്ന് പകൽ ഇടപെടുകയാ. നീ ഇട്ട പരിധിക്ക് അപ്പുറത്ത് ദൈവം ഒരു പരിധി ഇടാൻ പോകുകയാ. നീ ഇട്ട സകല പരിധികളോ ഇന്ന് രാവിലെ ദൈവം പൊട്ടിക്കാൻ പോകുകയാ. കർത്താവ് എന്തോ രാവിലെ ശുശ്രൂഷകന്മാരെ തൊടുന്നു. പരിധികളെ പൊട്ടിക്കുന്ന ഒരു മൂവ്മെന്റ് ചിലതിന്റെ മേൽ ഇന്ന് പകൽ വീഴുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇത് മൗനമായിട്ടിരിക്കാനുള്ള സമയമല്ല, ഇത് ചുമ്മാ ചെലവഴിക്കാനുള്ള സമയമല്ല. ദയവായി ശക്തിയോടെ സ്വീകരിച്ചോളൂ. ഈ പ്രയറിന്റെ അവസാന മിനിറ്റുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്തോ കാര്യമായത് നിന്റെ ദേഹത്ത് ദൈവം പതിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നീ ഒരു മൂവ്മെന്റ് ആകാൻ പോകുന്നു.
Ara basa dala rapta kala bara hasta raja leti kalbo rianta chal bakas bahalbo riantara lepta kalba takas mahaliantaram jalabantara legachura darachalas mana settaradiara പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പിന്നെയും പ്രവചിക്കാൻ പറയുന്നു. ചിന്തിച്ചിട്ടില്ലാത്ത, ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഒരു ഭയങ്കര മൂവ്മെന്റ് ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ ആരംഭിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാർ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. ആയിരക്കണക്കിന് ശുശ്രൂഷക മതികൾ ഇതിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. കർത്താവിനോട് പറയുന്നു, ഒരിക്കലും ഒരു ശുശ്രൂഷകനാകാൻ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത, ഒരിക്കലും ഒരു ശുശ്രൂഷയാകാൻ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ചിലർ പട്ടണത്തെ ഇളക്കുന്നവരായിട്ട് ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുകയാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഇതുവരെ ഒരു മിഷൻ ഓറിയന്റഡ് ആയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ചിലരെ ദൈവം ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവം എന്നോട് പ്രവചിക്കാൻ പറയുകയാണ്. വിശ്വസിക്കുന്നവർ അതിനെ സ്വീകരിക്കട്ടെ. Jala Rasa kalba hasta kalbari ante da jala rapta kalabara hastana jana bantara diara letti kalmori andasmana settara diara letti albu arba kasma halbori antaram jala ramta kal bara kasi antara adara da Lucifer ninde sagala പദ്ധതികളെ പൊളിക്കുന്ന ഒരു ജനറേഷനെ ദൈവം ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂസിഫറെ, നിന്റെ സകല പദ്ധതികളെ പൊളിക്കുന്ന ഒരു ജനറേഷനെ ദൈവം ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെഴുന്നേറ്റാൽ നിനക്ക് ഭയം പിടിക്കും. അവരെഴുന്നേറ്റാൽ നിന്റെ കോട്ടമതിലുകൾ ഇടിയാൻ തുടങ്ങും. അവരെഴുന്നേറ്റാൽ നിന്റെ സ്വപ്നങ്ങൾ തകരാൻ തുടങ്ങും. ഈ ഫാസ്റ്റിങ്ങിനകത്ത് പരിശുദ്ധാത്മാവ് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നു. ഇതുവരെ ചിലർ പേടിച്ചതിനെ നീ അടിക്കാൻ പോകുകയാ. അത്രയൊരു അഭിഷേകം ഇന്ന് രാവിലെ ഇതിനകത്ത് വീഴുന്നു. പ്രതികരിക്കുന്നവർ പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റ് ആയവർ, പരിശുദ്ധാത്മാവുമായിട്ട് സാധാരണമായി കണക്റ്റ് ആകുന്നവർ നന്നായി പ്രതികരിച്ചു കൊണ്ടിരിക്കണം. നന്നായി ഞാൻ പറയാം, പിന്നെയും പറയാം. വായിച്ച വാക്യത്തിലേക്ക് നേരിട്ട് കയറാൻ അറിയാഞ്ഞിട്ടല്ല, എന്തോ ഈ ഭാഗത്തെ കർത്താവ് ബ്രേക്ക് ചെയ്ത് ഇത്രയും ദൂത് ഇതിനകത്ത് ദൈവം മറച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ പറയാമോ? എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ രാജാക്കന്മാർ 2-ാം പുസ്തകം 6-ാം അധ്യായം. പക്ഷെ തമ്പുരാൻ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്, ഞാൻ ചിന്തിക്കാത്തതിനെ തുറക്കുക. എവിടെ വചനം ഡൈവേർട്ട് ആകുന്നോ അവിടെ ദൈവത്തിൻ്റെ അസാധാരണ മഹത്വം ഇറങ്ങും. ഒരു പ്രസംഗം പറഞ്ഞ് തീർക്കുകയല്ല ലക്ഷ്യം. ആമേൻ പറ. ദൈവത്തിൻ്റെ നിയോഗങ്ങളുടെ കൈമാറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാ. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഇനി വിമർശിച്ചാൽ, ഇനി കളിയാക്കിയാൽ, ഇനി നിന്ദിച്ചാൽ ഞാൻ കരയത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്നലെ വരെ കേൾക്കാത്തതൊന്നും ഞാൻ കേട്ടു. അതൊരു പ്രവാചക ശബ്ദമല്ല, ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ചു. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. ദൈവം നേരിട്ട് സംസാരിക്കാൻ പോവുക. ഈ സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, അത് പ്രവചന ശബ്ദമായിരിക്കും. ഈ സ്റ്റേജിൽ നിന്ന് വരുന്നവരെല്ലാം പ്രവാചകന്മാരായതുകൊണ്ട് പ്രവചന ശബ്ദം വന്നുകൊണ്ടിരിക്കും. പക്ഷെ നിൻ്റെ മുറിക്കകത്ത് നിന്നോട് ഡയറക്റ്റ് ദൈവം സംസാരിക്കാൻ പോകുകയാണ്. കൈതാത്തിട്ടോ, റിലീസായി. നന്നായിട്ടൊരു ഹാലേലിയ പറഞ്ഞു. നിന്നോട് ദൈവം സംസാരിക്കാൻ പോവുക. ക്ലാരിറ്റിയുള്ള ദൈവശബ്ദം. ഒന്നുകൂടി പറയാം, തെറ്റാത്ത ദൈവശബ്ദം. അടുത്തത് വേഗം നടക്കുന്ന ദൈവശബ്ദം. അവൾ തിരിച്ചറിഞ്ഞു, കേട്ടത് ചെവി കൊണ്ട്, പക്ഷെ ഉദരത്തിൽ ചലനം. ആമേൻ പറ. ഏത് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടാണോ ദൈവം സംസാരിക്കുന്നത്, അത് കേൾക്കുന്നത് ചെവി കൊണ്ടാണെങ്കിലും ആ സബ്ജക്റ്റിനകത്ത് ആ മിനിറ്റ് ചലനം ഉണ്ടാവും. ഉദരത്തിൽ ചലനം ഉണ്ടായി. വളരാൻ തുടങ്ങിയപ്പോഴത്തേക്കിനെ കൈവച്ചെന്നും പ്രാർത്ഥിക്കുക, ഇത് കർത്താവിനുള്ളതാ. ഒരു സ്തോത്രം പറ. ഇത് കർത്താവിനുള്ളതാ.
നിങ്ങൾ പ്രവചിക്കണം കേട്ടോ. ആരും നമുക്ക് വേണ്ടി ഒന്നും പ്രവചിക്കാനില്ലായിരിക്കും. ചിലർക്ക് പേടിയാണ്, ചിലർക്ക് എന്തുവാ, ഈ എന്നോട് മിക്കവരും പറഞ്ഞിട്ടുണ്ട്, ചില പാസ്റ്റർമാർക്ക് പേടിയാണ്. അദ്ദേഹത്തിന് മഹത്വം ഉണ്ടായിട്ട് ചിലരോട് പ്രവചിക്കാൻ ചിലർക്ക് പേടിയാണ്. ആമേ. എന്താ കാര്യം എന്നറിയാവോ? ദൈവത്തിന് മഹത്വം ഉണ്ട്. അത്രയും പവർഫുള്ളായിട്ട് നിൽക്കുന്ന നിങ്ങളോടൊക്കെ ഇനി എന്നാ പ്രവചിക്കാനാണെന്ന് ചിലർ ചോദിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ ഒരു റിയൽ പ്രോഫറ്റിന് ഭയമില്ല. ഒരു നന്നായിട്ടൊരു ഹാലയില്ലേ പറ. റിയൽ പ്രോഫറ്റിന് സ്ഥാനവലിപ്പം നോക്കത്തില്ല, ഒന്നും നോക്കത്തില്ല. പ്രവചനം വന്നോ പറഞ്ഞിരിക്കും. നന്നായിട്ടൊരു ഹാലയിലിയ പറഞ്ഞാട്ടെ. നിങ്ങൾ ആരും നിങ്ങളോട് പ്രവചിക്കാനില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇത്രയും ദിവസം വന്നിട്ട് പലരെയും പേര് വിളിച്ചു. ഷാജി മൊമ്പാസ്റ്റർ ആണെങ്കിൽ ഭയങ്കര പേര് വിളിച്ച് പ്രവചിക്കുന്ന ആളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ നിങ്ങളുടെ ആരുടെയും പേര് വിളിച്ചില്ലെന്നോർത്ത് സങ്കടപ്പെടേണ്ട. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളോട് ഡയറക്റ്റ് പ്രവചിക്കാൻ ഒരു മാർഗമുണ്ട്. കേട്ടെ. ലോകത്തിൽ ആരും നിങ്ങളോട് പ്രവചിക്കാനില്ലെങ്കിൽ നിങ്ങളിലൊരു പ്രവാചകൻ കിടപ്പുണ്ട്. ആ പ്രവാചകൻ എന്നും നിങ്ങളോട് പ്രവചിക്കാൻ പറ്റും. നിങ്ങളിലെ പ്രവാചകനെ ഉണർത്തുക എന്നത് നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷയുടെ മഹത്വമാണ്. നിങ്ങളെന്നും പ്രവചിക്കണം നിങ്ങളോട് തന്നെ. ഇന്ത്യയിൽ അടുത്ത എഴുന്നേൽക്കാൻ പോകുന്ന അടുത്ത എഴുന്നേൽക്കാൻ പോകുന്ന 10 അപ്പോസ്തോലിക ശുശ്രൂഷകന്മാരിൽ ഒരാൾ ഞാനായിരിക്കുമെന്ന് പ്രവചിക്കുന്നവരുണ്ടോ ഇതിനകത്ത്? ഇന്ത്യയെ ചലിപ്പിക്കുന്ന ഇന്ത്യയിലെ സകല സംവിധാനങ്ങളുടെ മേലും കർത്തൃത്വം നടത്തുന്ന ശക്തന്മാരായ അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കും. കേൾക്കുന്നവരോ, ഞാൻ ഇനി പാസ്റ്ററുകളെ കാണേണ്ടതാണ്, സഭയെ കാണേണ്ടതാണ്. അതുകൊണ്ട് ആവേശം ഉണ്ടാക്കുന്ന, ഇമോഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കല്ല പറയുന്നത്. കർത്താവിനോട് പറയുന്ന കാര്യം ഞാൻ പ്രവചിച്ചു പറയുന്നു. അങ്ങനെ ചിലതിനെ ദൈവം ജനിപ്പിക്കാൻ പോകുകയാണ്. ഒരു ഭയങ്കര അപ്പോസ്തോലിക പുതപ്പും പ്രവാചക പുതപ്പും ഈ സെക്ഷൻസുകളുടെ അകത്ത് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. ചിലരുടെ ദേഹത്ത് ഭയങ്കരമായിട്ട് വീഴും. ക്ലാരിറ്റി ഉള്ള പ്രോഫറ്റ്സ് പ്രവചിച്ചിട്ട് അങ്ങോട്ട് ചോദിക്കത്തില്ല, ശരിയാണോ എന്ന് ചോദിക്കത്തില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് കൺഫർമേഷൻ വേണ്ട. അതുപോലെ പ്രവചിക്കുന്ന ചില പ്രവാചകർ, അങ്ങനത്തെ ചിലതിനെ ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് ജനിപ്പിക്കാൻ പോകുകയാ. കേൾക്കുന്നവരുണ്ടോ? അപ്പം അവളോട് തന്നെ പ്രവചിക്കാൻ തുടങ്ങി. അവളോട് തന്നെ പ്രവചിക്കുന്ന എന്താ? നിന്റെ ഉദരത്തിനകത്ത് പ്രവാചകൻ ജനിക്കുന്നുണ്ട്. പരിധികളെ പൊട്ടിക്കുന്ന, ഇസ്രായേലിൻ്റെ കാലാവസ്ഥയെ തിരിക്കുന്ന, ആമേൻ പറ, ഇസ്രായേലിൻ്റെ ആലയത്തിലെ ട്രൈനസിനെ പൊട്ടിക്കുന്ന, ഇസ്രായേലിലെ ആത്മിക പശ്ചാത്തലത്തിന് വിരോധമായി പൊങ്ങുന്ന ജഡീകന്മാരെ അമർച്ച ചെയ്യുന്ന, ഇസ്രായേലിൻ്റെ വിശുദ്ധിക്ക് വിരോധമായി പൊങ്ങുന്ന അശുദ്ധിയുടെ പ്രമാണങ്ങളെ തീക്കകത്തിട്ട് കത്തിക്കുന്ന, ഇസ്രായേലിനെതിരെ എഴുന്നേറ്റ് വരുന്ന പൈശാചിക കൂട്ടുകെട്ടുകളെ പൊളിക്കുന്ന ഒരു പ്രവാചകൻ നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുകയാ. അത് ഹന്നയുടെ പ്രാർത്ഥനയാണെങ്കിൽ ഞാനത് ചർച്ചിന് വേണ്ടി തിരിക്കുന്നു. ഇത് തന്നെ ചർച്ചിൽ നടക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണോ? കാലാവസ്ഥയെ തിരിക്കുന്ന ചിലർ ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേൽക്കും. ആമേൻ. ഭയങ്കര മഴയുടെ സമയത്താണ് കോട്ടയത്ത് കഴിഞ്ഞ ദിവസം കൺവെൻഷൻ നടന്നത്. കോട്ടയത്തെ കൺവെൻഷൻ്റെ 4 ദിവസം മഴയില്ലായിരുന്നു. പാസ്റ്റർമാരെല്ലാം കൂടെ, ഞാനും നാട്ടിലില്ലായിരുന്നു, പാസ്റ്റർമാരെല്ലാം കൂടെ പ്രിൻസ് പാസ്റ്റർ പറഞ്ഞു അങ്ങനെ അവിടെ ചുറ്റി പ്രാർത്ഥിച്ച് മഴ വിലക്കിയപ്പോഴത്തേക്കിന് ആരും ഒരാൾ പറഞ്ഞു, സാറ്റർഡേ നൈറ്റ് 10 മണി കഴിഞ്ഞ് മഴ പെയ്താൽ മതിയെന്ന്. ആമേ. 4 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞു. സാറ്റർഡേ നൈറ്റ് 10 മണിയായപ്പം കറക്റ്റ് മഴ തുടങ്ങി. അതിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തോ ഒരു പ്രാർത്ഥനയുടെ അധികാരം. കോട്ടയം പട്ടണത്തിൽ മീറ്റിംഗ് നടന്നു എന്നതിനേക്കാൾ അപ്പുറമാണ് കോട്ടയം പട്ടണത്തെ അതിശയിപ്പിക്കുന്ന രീതി. കാലാവസ്ഥ ചേഞ്ചായി. ഇന്നലെ നെഹ്റു സ്റ്റേഡിയം വെള്ളമായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നെഹ്റു സ്റ്റേഡിയം മുഴുവൻ വെള്ളമായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷെങ്കിൽ 4 നാൾ മഴ മാറിപ്പോയി. ഇന്ന് രാവിലെ ഞാനിവിടെ കയറി വന്നപ്പോൾ ഒരു പാസ്റ്ററുകൾ അതിനെ വിലക്കുകായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മ നിയോഗിതമായിട്ട് ഞാൻ പറയുന്നു, നീ വാ തുറന്നാൽ ചിലത് സംഭവിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടോണം. ഈ പ്രകൃതിയെ മാത്രമല്ല, മൊത്തം കാലാവസ്ഥയും ചേഞ്ച് ആകും. കേൾക്കുന്നവരുണ്ടോ?
ആത്മീയ ജീവിതത്തിൻ്റെ, സാമ്പത്തിക മേഖലയുടെ, ശുശ്രൂഷ മേഖലയുടെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ അഭിമുഖീകരിക്കുന്ന സമസ്ത മേഖലകളുടെയും കാലാവസ്ഥകൾ ഇന്ന് പകൽ ദൈവം തിരിക്കാൻ പോകുകയാ. കേൾക്കുന്നവർ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നത് കൊണ്ട് ഇന്ന് പകൽ നന്നായിട്ട് ഞാനത് പ്രവചിച്ചു പറയുന്നു. കാലാവസ്ഥയെ തിരിക്കുന്നവർ ഇതിനകത്ത് എഴുന്നേൽക്കുന്നു. ആമേൻ. എന്താണെങ്കിലും പുള്ളിക്കാരി പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ ലാളിക്കാൻ തുടങ്ങി. മുലകുടിപ്രായം കഴിഞ്ഞ സമയത്ത് ചില ആളുകൾ ഇങ്ങനെയാണ്, ഡിസംബർ 31-ാം തീയതി തീരുമാനമൊക്കെ എടുക്കുമെങ്കിലും ആ അടുത്ത 12 മാസം അത് ചെയ്യത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ദയവായിട്ട് ആർക്കും വിഷമം തോന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരെയും വിഷമിപ്പിക്കാൻ പറയുന്നതുമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേൾക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കും, പക്ഷേ ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. പക്ഷേ ഈ സഹോദരി നല്ലൊരു ഗുണമുള്ള സഹോദരിയാണ്. പ്രൈസ് ലോർഡ്. ഏറ്റവും ബെസ്റ്റിനെ തന്നെ കർത്താവിന് കൊടുത്തു. ഏറ്റവും പെർഫെക്റ്റ് ആയതിനെ കർത്താവിന് കൊടുത്തു. അതിലേറ്റവും പ്രത്യേകത എന്നാണെന്നറിയോ? പറഞ്ഞത് തന്നെ കൊടുത്തു. തൊട്ടടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, പറഞ്ഞത് തന്നെ കൊടുത്തു. പറഞ്ഞത് തന്നെ കൊടുത്തു. അടുത്തതുണ്ടായിട്ട് കൊടുക്കാന്നല്ല പറഞ്ഞത്, പറഞ്ഞത് തന്നെ കൊടുത്തു. പറഞ്ഞത് തന്നെ കൊടുത്തു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അതിനെ കൊണ്ടുവന്ന് ആലയത്തിൽ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഭാഗമൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കണം. പ്രസംഗിക്കാൻ ഈസിയാണ്. കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഉണ്ടല്ലോ, നെഞ്ചു പറയുന്ന വിഷമത്തോടെയാണ് പോകുന്നത്. കൊച്ചു കഴിഞ്ഞ ദിവസം പഠിക്കാൻ പോയപ്പോഴാണ് എനിക്ക് അതിൻ്റെ വിഷമം മനസ്സിലായി. പോയത് ഇച്ചിരി ദൂരെയൊക്കെ ആണെങ്കിലും അന്ന് ഞാൻ 2 ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 നാൾ പിള്ളേരൊന്ന് അകന്നിരിക്കുമ്പോൾ ഇത്രയും വിഷമമാണെങ്കിൽ പൂർണ്ണമായിട്ട് ആലയത്തിന് വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുന്നത്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങ് കൊടുത്തിട്ട് ആ നെഞ്ചു പൊട്ടുന്ന വിഷമം പുറത്ത് കാണിക്കാതെ പുള്ളിക്കാരി കരഞ്ഞ് ശീലമുള്ളത് കൊണ്ട് അതിനെ അടക്കാനും പുള്ളിക്കാരിക്കറിയാം. ആ കരച്ചിലിൻ്റെ ഇടയിൽ ഒരു ചെറു ചിരിയോടുകൂടി പുള്ളിക്കാരി പോകുക. വീട്ടിൽ ചെന്ന് കയറിയപ്പോഴത്തേനും പുള്ളിക്കാരി അറിഞ്ഞില്ല, പറഞ്ഞിട്ട പ്രവചനം മുഴുവനും പെട്ടകത്തിലൂടെ പുറത്തു വരാൻ പോവുക. നിങ്ങളോടൊരു ഒരു 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 ദൈവശബ്ദം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ പറഞ്ഞിട്ടത് നാളെ ദൈവം സംസാരിക്കുന്ന വാക്കായി മാറും. നീ പറഞ്ഞിട്ടതിനെ ഉറപ്പിക്കുന്നത് ദൈവമാണ്. ആലയത്തിൻ്റെ അകത്ത് ചെന്നപ്പോഴത്തേക്കിന് ചില ആളുകൾക്ക് നിർബന്ധമാണ്, കിടക്കാൻ ഇന്ന സ്ഥലം വേണം, എനിക്ക് ഇന്ന റൂമുണ്ടല്ലേ വരത്തുള്ളൂ, ഇന്ന ഇതൊക്കെ തന്നാലേ വരത്തുള്ളൂ. ദയവായിട്ട് കർത്താവ് ഉപയോഗിക്കുമ്പോഴത്തേക്കിനും ദയവായിട്ട് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. നന്നായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിർബന്ധം ഒരിക്കലും പിടിക്കരുത്. കേൾക്കുന്നവരാമേൻ പറഞ്ഞാട്ടെ. ആ പെട്ടകത്തിൻ്റെ സൈഡിൽ സ്ഥലം കിട്ടിയാൽ അവിടെ കിടന്നോണം. കേൾക്കുന്നവർ രാമേൻ പറയുന്നേ. ഉപയോഗിക്കപ്പെടാൻ കൊതിയുള്ളവരുണ്ടെങ്കിൽ അവരോടായിട്ടാണ് ഞാൻ പറയുന്നത്. നിർബന്ധം നിൻ്റേതല്ല, ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് നീ വിധേയപ്പെട്ടോണം. ആലയത്തിൽ നിനക്ക് കിട്ടേണ്ട പരിഗണന കിട്ടുന്നില്ലെന്ന് പറഞ്ഞ ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പറയാറുണ്ട്, ഞാൻ അവരോട് തിരിച്ചു ചോദിക്കാറുണ്ട്, നിങ്ങൾ നേടിയതല്ല ഈ ആത്മാക്കളെ. സ്തോത്രം പറ. നിങ്ങളിവിടെ വന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. പരിഗണനയുടെ കാര്യം പറഞ്ഞ് വിഷയങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം പറയാം. ചിലർക്ക് പരിഗണന കിട്ടിയില്ലെങ്കിൽ വിഷമമാണ്. ഒരു പരിഗണനയും കിട്ടാത്ത ഒരാളാണ് സാമുവേൽ. ഒരു സ്തോത്രം പറ. ദൈവം പരിഗണിച്ചാൽ രക്ഷപ്പെട്ടു. ഈ മർമ്മം അറിയാവുന്നവർ മാത്രം കൈയടിച്ചോ കൈ ഉയർത്തിയോ ദൈവത്തിനൊരു ഹല്ലേലൂയ പറഞ്ഞു. ദൈവം പരിഗണിക്കാതെ ലോകത്തിൽ ആര് നിന്നെ പരിഗണിച്ചാലും നിനക്കൊരു ഗുണം ഉണ്ടാകത്തില്ല. ദൈവം നിന്നെ പരിഗണിക്കാൻ തുടങ്ങിയാൽ നീ രക്ഷപ്പെട്ടു. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം പറയാം. കടന്നത് ഏറ്റവും ബെസ്റ്റ് സ്ഥലത്താണ്. രക്തം ജയം കടന്ന ഇതുവരെ എനിക്ക് തോന്നുന്നില്ല പെട്ടകത്തിൻ്റെ അടുത്ത് കിടക്കാൻ. പുറകോട്ട് പഠിച്ചപ്പോഴാണേലും പെട്ടകത്തിൻ്റെ അടുത്ത് കിടക്കാൻ പുരോഹിതന് പോലും അവസരം കിട്ടിയിട്ടില്ല. പെട്ടകത്തിൻ്റെ അടുത്ത് വരെ ചെല്ലാൻ മഹാപുരോഹിതന് വർഷത്തിലൊരിക്കൽ അവസരമുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത് കിടക്കാൻ ആരെയും ഇതുവരെ അനുവദിച്ചിട്ടില്ല. പക്ഷെ ദാണ്ട്ര ഒരുത്തൻ പെട്ടകത്തിൻ്റെ അടുത്ത് കിടക്കുകയാ. കേൾക്കുന്നവരുണ്ടോ? ഇന്ന് രാവിലെ കർത്താവ് എന്നോട് അടുത്തൊരു ദൂത് പറയാൻ നിർബന്ധിക്കുകയാ. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. ദൈവ സാന്നിധ്യത്തിന് അടുത്തിരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. എന്നാൽ ഇനി എഴുന്നേൽക്കുന്ന ജനറേഷന്റെ അടുത്ത പ്രത്യേകത, അവർ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്നവരും ദൈവ സാന്നിധ്യത്തിൽ ചലിക്കുന്നവരും ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്നവരുമായിരിക്കും.
ആമേൻ. ആമേൻ പറ. ഏലി പുരോഹിതന്റെ ശബ്ദം, വീട്ടിലെ അമ്മയുടെ ശബ്ദം, എല്ലാവരുടെ ശബ്ദം കേട്ടിട്ടുള്ള കുഞ്ഞ്, ഇവൻ ആദ്യമായിട്ടൊരു ശബ്ദം കേട്ടു. തൻ്റെ പേര് വിളിക്കുക, തൻ്റെ പേര് വിളിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാൻ ഇന്നത് തുറന്ന് ഓപ്പൺ ചെയ്തു. നിങ്ങളുടെ പേര് വിളിക്കും കർത്താവ്. വള്ളി പുള്ളി മാറാത്ത പ്രൊഫസിയാണിത്. നിന്റെ പേര് വിളിക്കും കർത്താവ്. ഈ ഫാസ്റ്റിംഗ് തീരുന്നതിന് മുമ്പ് ഓൺലൈനിൽ ഇരിക്കുന്നവരോടും പറയുന്നു, നിന്റെ പേര് വിളിക്കും കർത്താവ്. നിന്നോട് എന്തോ ആലോചന നേരിട്ട് പറയാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്തോ നേരിട്ട് നിന്നെ ഭരമേൽപ്പിക്കാൻ ദൈവം കൊതിക്കുന്നു. നിന്റെ പേര് നേരിട്ട് വിളിച്ച് നിന്റെ റൂമിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ കുഞ്ഞെ സന്തോഷേ അതിനെ സ്വീകരിച്ചോണോ. പേര് നേരിട്ട് വിളിക്കാൻ പോകുകയാ, പേര് നേരിട്ട് വിളിക്കാൻ പോകുക. കർത്താവ് ഇന്ന് പകൽ ഇടപെടുന്നു. എനിക്കറിയില്ല, കർത്താവിനോട് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. നീ കേൾക്കും ആ ശബ്ദം, നീ കേൾക്കും ആ ശബ്ദം. ഞാൻ ഒന്നുകൂടി പറയാം, നീ ഈ ശബ്ദം കേട്ടാൽ അന്നു മുതൽ നിന്റെ കാലഘട്ടം തുടങ്ങുക. നീ ഈ ശബ്ദം കേട്ടാൽ അന്നു മുതൽ നിന്റെ സീസൺ തുടങ്ങുകയാ. കർത്താവ് ഇന്ന് പകൽ ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. ബേഥേലിന്റെ അകത്തിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരോടായിട്ട് പ്രവചിക്കുന്നു. നിന്റെ സീസൺ തുടങ്ങുന്ന ദൈവ ശബ്ദം പുറപ്പെടുന്നു. ഒരു മിനിറ്റ് ഒന്ന് അന്യഭാഷയെ പ്രാർത്ഥിച്ചേ. Ramshi kalboti kalbo kasi antaram jalasmana setaradiara shalbata kalbari antaram jalabantaradiara. അഭിഷേകമില്ലാത്തതിനെ തിരിച്ചറിയുവാൻ, അഭിഷേകമില്ലാത്തതിനെ നീക്കം ചെയ്യുവാൻ, അഭിഷേകമുള്ളതിനെ തൽസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ, അഭിഷേകവുമായി ബന്ധപ്പെടാത്തതിനെ മാറ്റി നിർത്താൻ, ആലയത്തിൻ്റെ അകത്ത് നടക്കുന്ന അനാചാരങ്ങളെ ബ്രേക്ക് ചെയ്യാൻ, ആലയത്തിൽ കൊണ്ടുവരുന്ന യാഗാഗ്നിയിൽ ദഹിക്കേണ്ട യാഗമൃഗത്തെ എടുത്തോണ്ടുപോയി മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ ബ്രേക്ക് ചെയ്യാൻ അന്ന് നേരിട്ടൊരു ശബ്ദവുമായി സാമുവേലിന്റെ അടുത്തോട്ട് ഇറങ്ങി വന്ന അതേ കർത്താവ് ഇന്ന് രാവിലെ ചിലരുടെ അടുത്തോട്ട് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഇതുവരെ ഒരുത്തനും ബ്രേക്ക് ചെയ്യാത്ത ചിലതിനെ ബ്രേക്ക് ചെയ്യാൻ ഇതാ നിന്റെ മേലൊരു പുതിയ അധികാരം, അധികാരത്തിന്റെ പുതപ്പ്. ഏതൊക്കെയോ മേഖലയെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തൊടാൻ പോകുകയാ. അന്യഭാഷ പ്രാർത്ഥിക്കുക. കമാൻ, അന്യഭാഷ പ്രാർത്ഥിക്കുക, അന്യഭാഷ പ്രാർത്ഥിക്കുക. ഏതോ ഒരു മേഖലയിൽ ദൈവം കയറി കൈവെക്കുന്നു, കർത്താവ് കയറി കൈവെക്കുന്നു. ഈ പട്ടണത്തിനകത്ത് വഷളത്വം സൃഷ്ടിക്കുന്ന ആത്മീക ആരാധനയുടെ മൂടുപടത്തിന്റെ മറവിൽ വഷളത്വം സൃഷ്ടിക്കുന്ന ദൈവഹിതമില്ലാത്ത പദ്ധതികളെ ബ്രേക്ക് ചെയ്യാൻ അങ്ങനത്തെ ചില പ്രൊഫറ്റ്സുകൾ ഒരു സെന്റൻസ് ഞാൻ കാതിൽ കേൾക്കുന്നു. ആത്മീകതയുടെ മറവിൽ അഴിച്ചുവിടുന്ന തെറ്റായ അനുഭവങ്ങളെ വിമർശിക്കുകയല്ല, അതിനെ ബ്രേക്ക് ചെയ്യുന്ന ദ റിയൽ പ്രൊഫറ്റ്സിനെ ദൈവം ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അന്യഭാഷയെ പ്രാർത്ഥിച്ചേ, അന്യഭാഷയെ പ്രാർത്ഥിച്ചേ. എന്തോ കാര്യം കർത്താവ് ചെയ്യും, എന്തോ കാര്യം കർത്താവ് ചെയ്യോ, എന്തോ കാര്യം കർത്താവ് ചെയ്യോ. ഈ പട്ടണത്തിൽ കർത്താവ് അതിനെ തൊടു. ഈ പട്ടണത്തിൽ ഈ പറയുന്ന ഈ ദൂതി പട്ടണത്തെ തൊടു, ഈ സ്ഥലങ്ങളെ തൊടുമെന്ന് ദൈവാത്മാവ് പറയുന്നു.
ശഗദന ജനഗദരഗദന വൈഡമന ഹസ്തനാധിയാര അർമനാദരം ജാലബന്ധനാധിയാര ലെറ്റുകൽബ. പാസ്റ്റങ്ങളെ, കർത്താവിനോട് ശക്തമായൊരു പ്രവചന ശബ്ദം കേൾപ്പിക്കുന്നു. ആത്മീകതയുടെ മറവിൽ നടക്കുന്ന അനാചാര പ്രവർത്തനങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന ഒരു അഭിഷേകം ഇന്നത്തെ മീറ്റിംഗിനകത്ത് ഇറങ്ങി വരുന്നു എന്ന് കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു. ശക്തമായിട്ട് അതിനെ സഭ സ്വീകരിക്കുമെങ്കിൽ അടുത്ത മൂവ്മെന്റിന് വേണ്ടിയുള്ള ദൂത ഇത്. Udamana Handaraba Shantarabala Hasiantaradara Leto Kalbariantaram Jalabantaradiara Almanadaram Jala Prodamana Siantaradiara Paishajiga Nuganmelkanere Cheller Dishtipadi Picho Andagara Shaktigal Kanere Cheller Virachundi Pache Admiga Aryadhanagadam Nadavil Tetaya Uri Pradibimbate Tetaya Uri Sagajirete Konduaneta Jenete Vashalaka Nokama Uri Tetaya സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യാൻ ഇന്ന് രാവിലെ സാമുവേലെ പോലെ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. Reke sekele remchekel mani antaraധിയാര റെസിക്കൽബോരി ആന്തര. ഇങ്ങനെ ഒരു വാക്കാ കർത്താവ് പറയുന്നത്. മൂവ്മെന്റിനെ ബ്ലോക്ക് ചെയ്ത ചില ആത്മിക തലങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വാഷ് ഔട്ട് ചെയ്യാൻ പോകുകയാ. കർത്താവിനോട് പറയുന്നു, മൂവ്മെന്റുകളെ ബ്ലോക്ക് ചെയ്യുന്ന ആരാധനകളുടെ അകത്ത് നിന്ന് തന്നെ മൂവ്മെന്റുകളെ ബ്ലോക്ക് ചെയ്യുന്ന ചില അനുഭവങ്ങളെ ദൈവം വാഷ് ഔട്ട് ചെയ്യാൻ പോകുന്നത് കർത്താവ് ഇടപെടുകയാ. Come on. അന്യഭാഷകളിൽ Shantara Jala Rabatara Jala Prouda Manakasi Antaram Jalantaradhiara Lebrakasi Antaradhiara Leturi Jalaba Rantara Jalas Mana Yeshwin Namatil വിശ്വസിക്കുന്നവർ അടങ്ങിയിരിക്കരുത്. ഞാൻ വെറുതെ അന്യഭാഷ പറയാൻ പറഞ്ഞതല്ല, ആത്മനിയോഗത്തോടെ അന്യഭാഷ പറയാനാണ് പറഞ്ഞത്. ആത്മാവിനോട് ശക്തമായി പറയുന്നു, നിങ്ങൾ കാണാത്തത് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂർ പട്ടണത്തിൽ ആരാധനകളുടെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൈശാചിക സിംഹാസനങ്ങൾ തമ്പുരാൻ ഇന്ന് പകൽ പൊട്ടിക്കോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കൂ. Sedalabara Handarabala Hastaradara Lebrabadaram Jalabandhanadiara Dad Kalbar Kalkoriantana Jaladiara Letikal Mariandaram Jalabandhanadiara Lebro Seke Reke Letekel Bariantaram Jala Rasma Halboriantarasmana ഈ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ പെട്ടകത്തിനകത്ത് ഈ സാന്നിധ്യമുണ്ടായിരുന്നു. പെട്ടകത്തിനകത്ത് മഹത്വമുണ്ടായിരുന്നു. പെട്ടകത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇന്ന് വരെ സംസാരിച്ചില്ല. ഇന്നിതാ ആദ്യമായിട്ടത് സംസാരിക്കാൻ പോകുന്നു. കർത്താവിനോട് പറയുന്നു, ഈ ശബ്ദത്തിന്റെ പിറകിൽ ഒരു ഭയങ്കര ദൗത്യമുണ്ട്. ആ ദൗത്യം ചിലരെ ഇന്ന് പകൽ ഏൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. Ora sekele Ram Shagala Barahadara Gajanadaradara Ram Sekelbo Rakasiantaradara Leptakal Bariandaram Jalabantaradiyara യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഞങ്ങളെ കർത്താവേ നീ പിന്നെയും സഹായിക്കണമേ. കർത്താവിനോട് പിന്നെയും വ്യാഖ്യാനിക്കാൻ പറയുന്നു. തെറ്റായ ഏതോ ഒരു അനുഭവത്തെ ശരീരത്തിൽ ആവരണം ചെയ്തിട്ട് ആത്മിക ലോകത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെതല്ലാത്തതും ദൈവത്തിൻ്റെതല്ലാത്തതുമായ ശബ്ദത്തെ മുഴക്കുന്ന നെഗറ്റീവ് സ്പിരിറ്റുകളുടെ കാലഘട്ടത്തെ ദൈവം ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുകയാ. ദൈവം ഇന്നതിനെ അടയ്ക്കാൻ പോകുകയാ. ദൈവജനത്തിന്റെ ഉണർവിനെ ബ്ലോക്ക് ചെയ്യാൻ ആത്മീക പശ്ചാത്തലത്തിനകത്ത് നിന്ന് തന്നെ പൊങ്ങി വരുന്ന ചെന്നായ്ക്കളെ പിടിച്ചു കെട്ടുന്ന ഒരു അഭിഷേകം ഇന്ന് രാവിലെ ഇതിനകത്ത് വ്യാപരിക്കുന്നു.
Shal tal kal bor yanteredi lette kalbari yanteradiara lebrakasata kalbari yanteradara leturi jalabanteradiara യേശുവിൻ നാമത്തിൽ അങ്ങനത്തെ ചില ചെന്നായ്ക്കളെ ഈ മൂവ്മെന്റ് പിടിച്ചു കിട്ടോ. അങ്ങനത്തെ ചില ചെന്നായ്ക്കളെ ഈ മൂവ്മെന്റ് പിടിച്ചു കിട്ടോ. ഈ പട്ടണത്തിൽ തന്നെ പൈശാചിക ആരാധനകളുടെ മുമ്പിൽ പോയി വീണ് കിടന്നിട്ട് അവിടുത്തെ സേവാശക്തികളെ ശരീരത്തിൽ വഹിച്ച് ആത്മീക മൂടുപടം അണിഞ്ഞു നിൽക്കുന്ന ചിലതിന്റെ അടിത്തറ തമ്പുരാൻ പൊളിക്കുമെന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. അന്യഭാഷയിൽ സ്വീകരിക്കുന്നവർ എനിക്ക് വേണോ അങ്ങനത്തെ ചില സമൂഹമാരെ, എനിക്ക് വേണോ അങ്ങനത്തെ ചില സമൂഹമാരെ. യേശുവിന്റെ നാമത്തിൽ അടങ്ങിയിരിക്കരുത്, മൗനമായിട്ടിരിക്കരുത്. സംതിങ് വിൽ ഹാപ്പൻ. എന്തോ കാര്യമായി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ദൂത് ഇവിടെ പറയുമ്പോൾ ഈ അന്തരീക്ഷത്തെ കയറി ദൂതന്മാർ തൊടുകയാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വാഴ്ചകളെ കയറി പരിശുദ്ധാത്മാവ് തൊടുകയാ. Alabara handarada ramchaledi rasata kalbari ranta kalmani antara lepta kalmari antara jalabantara diara legaturi jalasmana setara diara derle kesmi hasta rajalam charedi പിന്നെയും പറയാ ഈ ഉപവാസം എല്ലാ ഉപവാസം പോലത്തെ ഒരു ഉപവാസം അല്ല. ഈ ഉപവാസത്തിൽ എന്തോ കാര്യമായ ചേഞ്ച് സഭയ്ക്കകത്ത് നടക്കൂ, ദേശത്ത് നടക്കൂ, ചുറ്റുപാടുകളിൽ നടക്കൂ. എന്തിന്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരെ ചേഞ്ച് നടക്കൂ. കർത്താവ് എന്നോട് പറയുന്നു, അതുപോലൊരു സൈന്യത്തെ ദൈവം ഒരുക്കുകയാ. റാംസെ ഖേൽബാരി ആന്തര കേൾക്കാനും സ്വീകരിക്കാനും പറ്റുന്നവർക്ക് വേണ്ടി പറയുന്നു. സാമുവേൽ ചർച്ചിന്റെ അകത്തോട്ട് കയറിയപ്പോഴേ ദൂതന്മാര് പറഞ്ഞു, അടഞ്ഞ മൂവ്മെന്റ് തുറക്കാൻ പോകുകയാണ്. ചിലരോട് നോക്കി കർത്താവ് പ്രവചിച്ചു പറയുന്നു, നിന്റെ കാൽപാദം ചവിട്ടുമ്പോഴേ അന്ധകാര ലോകം പറയാൻ തുടങ്ങും, മൂവ്മെന്റുകൾ ആരംഭിക്കാൻ തുടങ്ങുന്നെന്ന്. കർത്താവ് ഇന്ന് പകൽ ശക്തമായി ചിലരോട് പ്രവചിക്കുന്നു, എന്തോ വാണതിനെ ബ്രേക്ക് ചെയ്യാൻ ദൈവം നിന്നെ അയക്കാൻ പോകുകയാ. കേൾക്കുന്നവർ വീഴട്ടെ, അത് പതിയട്ടെ, 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 അത് പതിയട്ടെ. അത് വിശ്വസിക്കുന്നവരുടെ മേൽ പതിയട്ടെ, അത് വിശ്വസിക്കുന്നവരുടെ മേൽ പതിയട്ടെ, 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 പതിയട്ടെ, പതിയട്ടെ.